നമസ്കാരം, രാഹുൽ വാണിയമ്പാറയാണ്. തൃശ്ശൂർ ജില്ലയുടെ സ്വിറ്റ്സർലാൻഡിലെ പെരുന്തുമ്പ ഭാഗത്താണ് നിൽക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, പീച്ച് ഡാമിൻ്റെ ഷട്ടർ ഓരോ ഇഞ്ചും കൂട്ടുമ്പോഴും നെഞ്ചിടിപ്പ് അത്രയധികം കൂടുകയാണ് നമ്മുടെ മണലിപ്പുഴയുടെ തീരത്തുള്ളവരുടെ. ഒരുപാട് സുഹൃത്തുക്കൾ ദിനം പ്രതി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ അറിയിപ്പ് പീച്ച് ഡാമിൻ്റെ ഷട്ടർ കൂട്ടുക എന്നറിയുമ്പോൾ ഇതിപ്പോൾ വൃഷ്ടിപ്രദേശത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. വലിയ രീതിയിൽ വെള്ളം കയറി വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഡാം അതോറിറ്റി ഏറ്റവും ആദ്യം മുതലേ ഷട്ടർ തുറന്നതുകൊണ്ടാണ് വലിയൊരു ദുരന്ത സാഹചര്യം ഇല്ലാതിരുന്നത്. അതല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം നിരന്തരം അന്ന് ഷട്ടർ തുറന്ന ആ സമയം മുതൽ തന്നെ ഇതുവരെ ഷട്ടർ താത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ എപ്പോഴും നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ ഉൾക്കാട്ടുകളിൽ നിന്നും ശക്തമായ വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊപ്പം മാത്യുസേട്ടനുണ്ട്. ഒരുപാട് കർഷക അവാർഡുകളൊക്കെ, അതേപോലെ പൊതുപ്രവർത്തനം, അതേപോലെ തന്നെ പാണഞ്ചേരിയുടെ മുൻ LC സെക്രട്ടറി ഒക്കെ ആയിരുന്നു. മനസ്സിലാ, ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ വെള്ളം കയറുമോ. അതായത് ആ ഭാഗത്തുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ നമുക്കൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു സ്പന്ദനം അറിയാം. കാരണം പീച്ച് ഡാമിൻ്റെ ഷട്ടർ അവിടെയാണെങ്കിലും നമ്മളാണിത് കണ്ട് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നതിലും ഉപരി മാത്യുസേട്ടന് എന്താണ് പറയാനുള്ളത്? ഈ വർഷം അതിവർഷമാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ കൂടുതലാണ്. പക്ഷേങ്കിൽ ഈ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് സാധാരണ മണലിപ്പുഴയിൽ വെള്ളം പൊക്കവും അതേപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജനവാസ മേഖലകളിൽ ജനങ്ങൾക്ക് വലിയ ദുരിതമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തെ അപേക്ഷിച്ച് ഡാം മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ടും ആ കാര്യങ്ങൾ പരിശോധിച്ച് കൈകാര്യം ചെയ്യുകയാണ്. ഡാമിൻ്റെ ഇത്രമാത്രം മഴ പെയ്തിട്ടും ഇനിയും ഡാം മാക്സിമം വാട്ടർ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 12 അടിയെങ്കിലും വെള്ളം കൂടാനുള്ള റിസർവോയറിലേക്ക് സ്പേസ് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര വലിയ മഴ പെയ്താലും ഡാം ഒറ്റയടിക്ക് വലിയ തോതിൽ ഷട്ടർ ഉയർത്തേണ്ടതായിട്ട് വരില്ല. കാരണം ക്രമീകരിച്ച് ഡാമിൻ്റെ റിസർവോയറിലും വെള്ളം നിർത്താൻ കഴിയും, ഒപ്പം പുഴയിലേക്കും ക്രമീകരിച്ച് തുറന്നു വിടാൻ കഴിയും. ആ രൂപത്തിലാണ് ഈ വർഷം ഇതുവരെയും ക്രമീകരിച്ച് ഷട്ടർ തുറക്കുകയും ഒപ്പം ഡാമിൻ്റെ റിസർവോയറിൽ വെള്ളം നിർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ മഴ ഇന്നിപ്പോൾ ഇച്ചിരി കുറവാണ്. സ്വാഭാവികമായിട്ടും ഷട്ടർ ഇപ്പോഴും അടച്ചിട്ടില്ല. അപ്പോൾ ഈ ലെവൽ ഇപ്പോഴുള്ള 10 അടിയാണെങ്കിൽ ഇനിയും 1 അടിയോ 2 അടിയോ കൂടി 2 ദിവസം കൊണ്ട് വീണ്ടും താഴോട്ടിരിക്കും. ആ സമയത്ത് മഴ വീണ്ടും നന്നായിട്ട് പെയ്യുവാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വളരെ കൃത്യമായും ഈ വർഷം അത് കൈകാര്യം ചെയ്യുന്നതിനൊപ്പം നമ്മൾക്ക് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണ ഓഗസ്റ്റ് മാസമാണ് ഡാം ഫുള്ളായിട്ട് നമ്മൾക്ക് ഷട്ടർ തുറക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് 15-നൊക്കെയാണ്. ഈ വർഷം അത് നേരത്തെ തുറന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ 10 അടി സ്പേസിങ്ങിന് ഇടുമ്പോൾ ഇനിയിപ്പം കൃഷിക്കും അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനുമായി വെള്ളം ലഭിക്കാതെ വരുമോ എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേങ്കിൽ ഒരു കാരണവശാലും അത് ഭയപ്പെടേണ്ടതില്ല. ഇനിയും വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ മഴ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾക്ക് ഡാമിൻ്റെ റിസർവോയർ ഫുള്ളാക്കാനും മാക്സിമം വാട്ടർ ലെവലിലേക്ക് എത്തിക്കാനും കഴിയും. ആ രൂപത്തിലാണ് കൃത്യമായിട്ടും ഡാം മാനേജ്മെൻറ്റ് ഈ വർഷം അത് കൈകാര്യം ചെയ്തു പോകുന്നു. ഒരു മനുഷ്യരും അതുകൊണ്ട് ഡാമിൻ്റെ വെള്ളം ഒരു പ്രളയമായി മാറും എന്ന തരത്തിൽ ആരും ഭയപ്പെടേണ്ടതില്ല. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോൾ ശരിക്കും ഒരാളുടെ മുകളിൽ ഹൈറ്റ് വെള്ളം കയറാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ട് അല്ലേ? അതെ, ഏകദേശം 10 അടിയോളം വെള്ളം ഇനിയും ഉയർന്നു വരാനുള്ള വാട്ടർ ലെവലിലേക്ക് മാക്സിമം എത്തണമെങ്കിൽ 10 അടിയിൽ കുറയാത്ത വെള്ളം ഇനിയും ഉയരണം. ഇതിപ്പോൾ ഒരു എൻഡിങ് പോയിന്റ് ആണ്. ഇതുപോലെ തന്നെ ഇവിടെ നിരവധി എൻഡിങ് പോയിന്റ് ഉണ്ട്. ആനവാരി, പൊട്ടിമട. അപ്പോൾ ആളുകൾ അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഭയപ്പാടൊന്നും വേണ്ട. നമ്മൾ തുടക്കം മുതലേ എന്താ പറയുക, ഷട്ടർ മിതമായ രീതിയിൽ പോയ കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായി നമ്മൾക്കിരിക്കാം. കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളവും നമ്മൾക്ക് ലഭ്യമാകുന്ന രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. പീച്ച് ഡാമിൻ്റെ ആ ഒരു ഷട്ടർ തുറക്കുന്ന ആ സമയം മുതൽ ആദ്യ പിടിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മണലിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ. കാരണം കഴിഞ്ഞ കൊല്ലം ആദ്യം നമ്മൾ ശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പുഴ ക്ലീൻ ചെയ്യണം. അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റേ വെള്ളം വിട്ട ഭാഗത്തൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ അടിഞ്ഞിറങ്ങി നമ്മുടെ കൈനൂര് ഭാഗത്ത്, അതുപോലെ കണ്ണാറപ്പുഴ ഒക്കെ കവിഞ്ഞ് നിറഞ്ഞ്
വലിയൊരു എന്താ പറയുക, ഒരുപാട് ഇത് സംഭവിച്ചിരുന്നു. ഒരുപാട് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിന് ശക്തമായൊരു പ്രതിഷേധം, അതുപോലെ നിരന്തരം വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ തവണ റൂൾ കർവ് പാലിക്കുന്ന തരത്തിൽ കൃത്യമായിട്ട് നിറയുന്നതിന് മുമ്പേ ആദ്യം ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് ഇതൊന്നും തുറക്കേണ്ടതില്ല എന്നൊക്കെ പലരും ആവശ്യപ്പെട്ടിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മെയ് മാസത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാഗ്രത പാലിക്കണം, 2018 സമാനമായ രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ നടപടിയെടുക്കണം. ശക്തമായൊരു മഴ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ കനത്ത മഴ വന്ന് ഉറവയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് വലിയ തോതിൽ വെള്ളം വരുമെന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് സത്യമായിരിക്കുകയാണ്. ഡാമിൻ്റെ ഷട്ടർ മുമ്പേ തുറന്നതിനാലാണ് വലിയൊരു ദുരന്തമൊക്കെ മാറിയിരിക്കുന്നത്. ഇനിയും ശക്തമായ മഴയുണ്ടായാൽ ജാഗ്രത പാലിക്കുക തന്നെ വേണം. പക്ഷേ ഈ വൃഷ്ടിപ്രദേശത്തെ കാഴ്ചയാണ് ശരിക്കും ഇതൊക്കെ. നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഉയരത്തിൽ ശരിക്കും വെള്ളം നിൽക്കേണ്ട ഒരു സാഹചര്യം, അതായത് ആഗസ്റ്റ് മാസത്തോടുകൂടിയൊക്കെ ഇവിടെ വെള്ളം നിറഞ്ഞ് ഇത്ര വരും. അപ്പോൾ ഡാമിലെ വെള്ളം പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകൾ ഇനി ഉണ്ടാവും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വാണിയമ്പാറ, തൃശ്ശൂർ ജില്ലയുടെ സ്വിറ്റ്സർലാൻഡിൽ നിന്നും രാഹുൽ വാണിയമ്പാറ.